സെലിബ്രിറ്റീസിനെ പോലെ തിളക്കമുള്ള സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 5 ഫുഡ് എന്തൊക്കെയാണ്, ഫുഡ് ഐറ്റംസ്. അതുപോലെ തന്നെ എന്തൊക്കെ കഴിച്ചാലാണ് സ്കിന്ന് ഡാമേജ് ആവുന്നത്, സ്കിന്നിന് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. മെലാസ്മ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഫേസിൽ വരുന്നത് എന്തൊക്കെ ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉള്ള ആൾക്കാർക്ക് ഫേഷ്യൽ ഹെയർ ഇഫക്റ്റീവായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം, ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് അതിനകത്ത് ഏതാണ്. അതുപോലെ ഫേഷ്യൽ യോഗ, ഫേഷ്യൽ ഈ പറഞ്ഞ എക്സസൈസ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഫേസിന് നല്ല ഷേപ്പ് കിട്ടുമോ. ഇനി സൺലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ്, സൺലൈറ്റോ ബ്ലൂ ലൈറ്റോ ഏതാണെങ്കിലും അതുകൊണ്ട് എന്തൊക്കെ ഡാമേജ് ആണ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്, അത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇതൊരു ഈ പറഞ്ഞ സ്കിൻ കെയർ ഗൈഡ് പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. പലർക്കും പല കൺസേൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഇതിന് ഏതെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ ഇത് കാണാൻ പറയുക. ഇതിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളുടെയുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. വെൽക്കം ബാക്ക് ടു വീണ സ്നച്ചൻ. ഞാൻ വീണ, പ്രൊഫഷണലിസ്റ്റ് ആണ്, സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണ് ഈ ഫുഡ് ഐറ്റംസ്, ഒരു 5 ഫുഡ് ഐറ്റംസ്, അതായത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിഷ്യൽ ആയ, അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാടൊന്നും സ്കിൻ കെയർ റൂട്ടീൻസോ ഒന്നും ഫോളോ ചെയ്യണ്ട എന്ന് തോന്നുന്ന, ഡയറ്റിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള 5 ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്ലൂബെറീസ് ആണ്. ബ്ലൂബെറീസ് ഫ്രോസൺ ആയിട്ടുള്ള, അതായത് കുറെ പഴകിയതൊന്നുമല്ല, ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ബ്ലൂബെറീസ്. ഈ ബ്ലൂബെറീസ് ആക്ച്വലി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് എന്ന നിലയിൽ സ്കിന്നിനെ മൊത്തത്തിൽ ഒന്ന് ഈവൻ ഔട്ട് ആവാനും സ്കിന്നിനെ മൊത്തത്തിൽ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്ലൂബെറീസ്. അത് മാത്രമല്ല, ഇതൊരിക്കലും വെയിറ്റ് കൂട്ടുന്ന ഒരു ഫുഡ് ഐറ്റം അല്ല. അതായത് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ആലോചിക്കാതെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റമാണ് ബ്ലൂബെറീസിന്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ ടീ, മാച്ചയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. മാച്ച ഗ്രീൻ ടീ കേട്ടിട്ടുണ്ടാവും, ജാപ്പനീസ് ആണ് അതിന്റെ ഒറിജിൻ. സോ ഇത് ഇപ്പൊ മാച്ച പൗഡർ ആയിട്ട് ഒരുപാട് കിട്ടാൻ അവൈലബിൾ ആണ്. ഈ ഗ്രീൻ ടീ, ഈ മാച്ച ഗ്രീൻ ടീ കഴിക്കുന്നത് വഴി നമുക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺ ഡാമേജ് കാരണം നമുക്ക് ഉണ്ടാകുന്ന കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അതായത് പെട്ടെന്ന് ടാൻ ആവുന്ന ഒരു പ്രശ്നം, അതല്ലെങ്കിൽ സ്കിന്ന് ഈ പറഞ്ഞ റിങ്കിൾസ് ഫോം ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗ്രീൻ ടീ, മാച്ച ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. കുടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം കുടിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അത് നിങ്ങളുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് സൺ ഡാമേജിനെ റിവേഴ്സ് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തേതും നാലാമത്തേതുമായിട്ടുള്ള കാര്യങ്ങൾ ജിഞ്ചറും ടെർമറിക്കുമാണ്. അതായത് നമ്മുടെ ഇഞ്ചിയും മഞ്ഞളും. ഇത് രണ്ടിനും ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് മൊത്തത്തിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യും, സ്കിന്നിന് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചിലര് എനിക്ക് തോന്നുന്നു രാവിലെ എണീറ്റ് ഉടനെ ജിഞ്ചർ ആൻഡ് ടെർമറിക് അങ്ങനെ അത് കഴിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ സ്കിന്നിന് ഗ്ലോ ആവാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവരുടെ വീട്ടിലുണ്ടാവും തോന്നുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ ബ്ലൂബെറിയുടെ കാര്യമാണെങ്കിലും ഗ്രീൻ ടീ മാച്ചയുടെ കാര്യമാണെങ്കിലും ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല, പക്ഷെ ഈ ഒരു കാര്യം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് എന്താണെങ്കിലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും വിചാരിക്കില്ല അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് വേറൊന്നുമല്ല, നമ്മളൊക്കെ ടൊമാറ്റോ എന്ന് പറയുന്ന തക്കാളിയാണ്. തക്കാളി ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് തന്നെ അറിയാം, കുറെ ആൾക്കാർക്ക് അതിന്റെ അലർജി ഉണ്ട്, കുറെ ആൾക്കാർക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, പിമ്പിൾസ് വരും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊമാറ്റോയ്ക്കകത്ത്, അതായത് തക്കാളിക്കകത്ത് ലൈക്കോപൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്. ഇത് ഇപ്പൊ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റും കൂടെയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അലർജി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ തക്കാളിയുടെ തൊലി ഉണ്ടല്ലോ, അത് കാരണവും അത് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ അതിന്റെ സീഡ് കഴിക്കുമ്പോഴുമാണ്. പക്ഷെ ഈ ലൈക്കോപൈൻ ആക്ച്വലി ആക്ടിവേറ്റ് ആവുന്നത് എന്ത് ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചൂടാക്കുമ്പോഴാണ്. ഈ തക്കാളി നമ്മൾ വേവിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈക്കോപൈൻ കൂടുതലായിട്ട് റിലീസ് ആവുക.
സോ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്ത ടൊമാറ്റോ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ അലർജി ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ സ്കിന്നൊക്കെ ഒന്ന് പീൽ ഓഫ് ചെയ്തിട്ട് അതിനകത്തുള്ള കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അത് കുക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നതിനകത്തിട്ട് കുക്ക് ചെയ്ത് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വെറുതെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബോയിൽ ചെയ്തിട്ട് ഒരു സൂപ്പ് പോലെ ആക്കിയിട്ട് അത് കുടിച്ചാലും മതി. അങ്ങനെ ചെയ്യുന്നത് സ്കിന്ന് ഭയങ്കര സപ്പിൾ ആൻഡ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ 5 ടോപ്പ് ഫുഡാണ്. ഇതിൽ എന്താണെങ്കിലും ടൊമാറ്റോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ജിഞ്ചർ ആൻഡ് ടേമറിക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. അതിനകത്ത് പിന്നെ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് ബ്ലൂബെറിയും അതുപോലെ തന്നെ രണ്ടാമത്തത് മറ്റേ ഗ്രീൻ ടീ, മാച്ച ഗ്രീൻ ടീയുമാണ്. മാച്ച ഗ്രീൻ ടീ ഇപ്പൊ അവൈലബിൾ ആണ്, അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്നേ ഉള്ളൂ. ബ്ലൂബെറിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതും നിങ്ങൾക്ക് ആക്ച്വലി ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും ദോഷമുള്ള ഒരു കാര്യമല്ല, നല്ല കാര്യം തന്നെയാണ്. ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ സ്കിന്നിനെ ഡാമേജ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിച്ചാലും നിങ്ങൾ സൈഡിൽ കൂടി ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നു, ബർഗർ കഴിക്കുന്നു, പിസ്സ കഴിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ കഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ കൊളാജനും ഇലാസ്റ്റിനും മൊത്തത്തിൽ അത് വിഘടിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് അത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ, അതങ്ങനെയാണ്, ഡിപ്രീഷൻ വന്നിട്ടാണ് പോവുക. സോ അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സ്കിന്നിനെ അത് ഡാമേജ് ചെയ്യിപ്പിക്കും. ഇലാസ്റ്റിനും കൊളാജനും ഇല്ലെങ്കിൽ സ്കിന്നിന് ഈ പ്ലംപ്നെസ് ഉണ്ടാവില്ല, സ്കിന്ന് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവും, സ്കിന്നിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയുക റിങ്കിൾസ് ഒക്കെ ഫോം ചെയ്യും, മൊത്തത്തിൽ ഒരു ജീവൻ ഇല്ലാത്ത പോലെ ആവും. അങ്ങനെയുള്ള ഡ്രൈ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അങ്ങനെ മൊത്തത്തിൽ സ്കിന്ന് ഡാമേജ് ആവും. സോ കൊളാജനും ഇലാസ്റ്റിനും മാക്സിമം നമ്മൾ സ്കിന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. ഇത് ഈ പറഞ്ഞ ഒരു 20 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് അത് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതിനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, അത് നന്നായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് 25 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 25-26 വയസ്സ്, ആ വയസ്സ് കഴിഞ്ഞാൽ 1% വെച്ചിട്ട് കൊളാജൻ ഡിപ്ലീഷൻ നടക്കും ഒരു വർഷത്തിൽ. പിന്നെ അതുപോലെ സ്കിന്നിനൊക്കെ ഇൻഫ്ലമേഷൻ വരാനും പിമ്പിൾസ് വരാനും ഒക്കെ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് ഈ ഡയറി പ്രൊഡക്ട്സ്. ഇത് എല്ലാവർക്കും ബാധകമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് നിരന്തരം പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം സ്കിന്നിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുണ്ടെങ്കിൽ ഈ പാൽ ഉൽപ്പന്നങ്ങൾ കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്കിന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോഴും മാറ്റമൊന്നും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും റീസൺ എന്ന് വിചാരിക്കുക. പക്ഷെ ഒബ്സർവ് ചെയ്തിട്ട് ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ഡയറി പ്രൊഡക്ട്സ് സ്യൂട്ടബിൾ ആവണം എന്നില്ല, അതുകൊണ്ടാണ്. അടുത്തത് മെലാസ്മ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നുള്ള കണ്ടീഷനാണ്. മെലാസ്മയും ഹൈപ്പർ പിഗ്മെന്റേഷനും രണ്ടാണ്. മെലാസ്മ എന്ന് പറയുന്നത് നോർമലി ഈ പറഞ്ഞ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടൊക്കെ വരാവുന്ന രീതിയിലുള്ളതാണ്. ഈ 2 ഏരിയാസിൽ ഒരു ഡാർക്ക്നെസ് വരുന്നത്, ഡാർക്ക് പാച്ച് വരുന്നത്, അത് ചെറുതായിട്ടായിരിക്കും വന്നു തുടങ്ങുക. പിന്നീട് അത് സ്പ്രെഡായി കുറച്ചും കൂടെ വിസിബിൾ ആവും. അപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ട്, ഇപ്പോൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏജിങ് വരുന്നതനുസരിച്ചിട്ടും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് വരികയും ചെയ്യും. അത് എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തടയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ടീ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഗ്രീൻ ടീ ഒക്കെ ഞാൻ പറയുന്നത് ഗ്രീൻ ടീ ആയിട്ട് കുടിക്കുമ്പോൾ, ഗ്രീൻ ടീ എന്നുള്ള രീതിയിൽ കുടിക്കുമ്പോൾ നമുക്കത് തിളപ്പിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ചായ പോലെ കുടിക്കണം. നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഈ ഗ്രീൻ ടീയുടെ ഒക്കെ ബാഗ് ആണെങ്കിലും കുറച്ചു നേരം വെള്ളത്തിൽ, നമ്മൾ കുടിക്കുന്ന നോർമലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ ബാഗ് എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളം ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് അത് കുടിച്ചാലും മതി. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ കുടിച്ചാലും മതി. അതല്ലെങ്കിൽ പിന്നെ അടുത്ത ഒരു കാര്യം, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതാണ്. ഫ്ലാക്സ് സീഡിന്റെ ഒരു സ്പൂൺ അത് പൗഡർ ആക്കി വെക്കുക, രാവിലെ മോർണിംഗ് എന്നും എടുത്തിട്ട് ഒരു സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അത് ഭയങ്കര നല്ലതാണ് മെലാസ്മ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. ബിക്കോസ് അത് ഹോർമോൺസിനെ മൊത്തത്തിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഹോർമോൺസ് ആണ് ഈ മെലാസ്മ പോലെയുള്ള കാര്യത്തിലും അല്ലെങ്കിൽ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലെയുള്ള കാര്യത്തിലും ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു റീസൺ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാം, സ്കിന്നിനെ പഴയതുപോലെ കൊണ്ടുവരികയും ചെയ്യാം. പിന്നെ അതുപോലെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പിയർമിന്റ് ടീ. ഞാൻ പറയുന്നത് പെപ്പർമിന്റ് അല്ല, സ്പിയർമിന്റ് ടീ. സ്പിയർമിന്റിന്റെ ടീ ബാഗ്സ് കിട്ടും, നോർമലി സൂപ്പർ മാർക്കറ്റിലേക്ക് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും. ഞാൻ ആക്ച്വലി പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ സ്പിയർമിന്റ് ടീ യൂസ് ചെയ്യുകയാണെങ്കിലും അത് നേരത്തെ പറഞ്ഞ പോലെ അത് നോർമലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം നോർമലി കുടിച്ചാലും മതി. അതുകൊണ്ട് സ്കിന്നിന് ഈ പറഞ്ഞ ബെറ്റർ റിസൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ.
നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റും കൂടെ കിട്ടുക. അതാണ് മെലാസ്മയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജർ ഒരു കാര്യം. പക്ഷെ ഇത് മാത്രമല്ല, ഇത് മാത്രം ചെയ്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് പറഞ്ഞ പോലെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. ബിക്കോസ് ചൂട് തട്ടുന്നതും എക്സ്ട്രീം ആയിട്ട് ചൂട് തട്ടുന്നതും എക്സ്ട്രീം ആയിട്ട് സൺലൈറ്റ് കൊള്ളുന്നതും അതൊക്കെ ഈ മെലാസ്മയെ കൂട്ടുകയുള്ളൂ. എക്സ്ട്രീം ആയിട്ട് ചൂട് തട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ആവി പിടിക്കുമ്പോൾ സ്കിന്നിന്റെ ഈ ഭാഗത്തേക്ക് അധികം ആവി തട്ടാതിരിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ LED ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോ കുറെ സ്കിൻ കെയറിൽ കുറെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള LED മറ്റേ റെഡ് ലൈറ്റ് ഉള്ള മാസ്കുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഈവൻ എന്തെങ്കിലും ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരുമ്പോൾ ചൂടുള്ള കാര്യങ്ങൾ സ്കിന്നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. അത് മെലാസ്മയെ കൂടുതൽ ട്രിഗർ ചെയ്യും. മെലാസ്മിയ മാത്രമല്ല, റൊസേഷ്യ പോലെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെയും ട്രിഗർ ചെയ്യും. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതിനെയും ട്രിഗർ ചെയ്യും. അതായത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ ബ്രൗൺ സ്കിൻ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് ഡസ്കി അങ്ങനെയുള്ള ഒരു ഡീപ്പർ സ്കിൻ ടോണിലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഈ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ പിഗ്മെന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ചൂടോ അങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള എന്തെങ്കിലും വരുന്ന സമയത്ത് ഇത് പ്രൊട്ടക്റ്റീവ് മോഡിന് വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് പുഷ് ചെയ്യും. അപ്പൊ കൂടുതൽ ആ ഭാഗത്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഇതാണ് സംഭവിക്കുക. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യേണ്ട ഒരുപാട് ഇങ്ങനെയുള്ള എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ അവിടെ ഒരു പാടായി മാറും. ആ പാട് അത് അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഡാർക്ക് പാച്ച് പോലെ കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ എപ്പോഴും ചെയ്യേണ്ട കാര്യം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ പുറത്ത് പോകുന്ന സമയത്ത് എപ്പോഴും മാക്സിമം അപ്ലൈ ചെയ്യുക. ആൻഡ് സൺസ്ക്രീൻ മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പേരും, അതായത് എല്ലാ ആൾക്കാരും തന്നെ സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ ഫോൺ ആയിക്കോട്ടെ. ഈ സമയത്ത് ഇതിന്റെ ബ്ലൂ ലൈറ്റ് നമ്മൾ അധികം കാര്യമാക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ എല്ലാവരും ബ്ലൂ ലൈറ്റിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ മെലാസ്മ ഉള്ള സ്കിൻ ആണെങ്കിൽ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള സ്കിൻ ആണെങ്കിൽ, അതിൽ വരാൻ ചാൻസ് ഉള്ള സ്കിൻ ആണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഈ ബ്ലൂ ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്ലൂയിഡ് SPF യൂസ് ചെയ്തിട്ട് വേണം അതിന്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പം പുറത്ത് അധികം ഈ പറഞ്ഞ പോലെ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല എന്നിട്ട് പോലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെന്ന്. അതിനുള്ള റീസൺ ഇതും കൂടി ആവാം. അതായത് മറ്റു കാരണങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഇനി ഒരു റീസണും കൂടി ഉണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു മിനിമൽ കാര്യമായിട്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് മറ്റേ നോൺ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം. കേൾക്കുമ്പോൾ കുറെ പേരെങ്കിലും പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ എന്താ പറയാ പേരൻസിന്റെ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആൾക്കാരൊന്നും ഈ പറഞ്ഞ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ, അവർക്കൊന്നും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പോഴാണ് ജീവിച്ചിരിക്കുന്നത് 2026-ലാണ്. 2026-ലെ ചൂട്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു 2020 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓരോ വർഷവും അധികം ചൂടാണ്. കുറയുന്നില്ല, ചൂട് കുറയുന്നില്ല, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മേജർ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ പൊല്യൂഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇപ്പൊ അതുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മള് പണ്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള അവർ രാവിലെ എണീറ്റൊന്ന് ഈ പറയുന്ന ഫേസ് വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോഴോ എപ്പോഴെങ്കിലും ആയിരിക്കും ചിലപ്പോൾ മുഖം ഒന്ന് കാണുക, അല്ലെങ്കിൽ രാവിലെ ഒന്ന് ഒരുങ്ങാൻ നേരമൊക്കെ ആയിരിക്കും കാണുക. പിന്നീട് അവർ കാണത്തില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കൂടുതൽ സമയത്തും ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നേരം കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വിഷ്വൽ ആക്സസ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതൽ കാണാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് പണ്ടത്തെ ഉള്ള ആൾക്കാർ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതിരുന്നതും ഇപ്പോൾ ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും. ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. അത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി മോയ്സ്ചറൈസേഴ്സിലോ അല്ലെങ്കിൽ ക്ലെൻസറിലോ ഒന്നും അധികം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. സൺസ്ക്രീനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യം, സൺസ്ക്രീനിന്റെ ഈ പറഞ്ഞ ടെക്സ്ചറും അങ്ങനെ ഫോർമുലേഷനും ഒക്കെ നല്ലതല്ലെങ്കിൽ നമ്മൾ പലരും ഉപയോഗിക്കില്ല. ഞാൻ 1-2 ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന സൺസ്ക്രീനും പ്രൊഡക്റ്റ് ലിങ്കിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും അത്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി കുറെ ആൾക്കാർ വന്ന് കൺസേൺ ചോദിക്കാറുണ്ട്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഏത് മെത്തേഡ് സ്വീകരിക്കണം എന്ന് ചോദിക്കാറുണ്ട്. വാക്സിങ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഈ ഫേസിൽ ആ ഒരു ഏരിയയിൽ ഹീറ്റ് തട്ടുന്നത് അത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂട്ടാനുള്ള ഒരു കാരണമാക്കാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യൽ റേസർ ആണ് ഇതിനകത്തുള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഫേഷ്യൽ റേസർ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അത് കാരണമുള്ള അലർജി ഉണ്ടെങ്കിൽ ആ റേസർ ആ ഒരു ബ്രാൻഡിനെ മാറ്റി കുറച്ചും കൂടെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എങ്ങനെ ഇരുന്നാലും ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ലേസർ ട്രീറ്റ്മെന്റ് ഫേഷ്യൽ ഹെയറിനെ കംപ്ലീറ്റ് ആയിട്ട് കളയുമെന്നല്ല, അതിനെ ഒരു പരിധി വരെ അതിന് റെഡ്യൂസ് ചെയ്ത് നിർത്തും, അതിന്റെ ഒരു അപ്പിയറൻസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് നിർത്തും. പക്ഷേ നിങ്ങൾ നിർബന്ധമായും നിങ്ങളിപ്പം ഒരു ക്ലിനിക്കിൽ പോയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ അവരോട് പറയുക, സ്കിന്നിന് ഈ ഡാർക്ക് സ്കിന്ന് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് ബ്രൗൺ സ്കിന്ന് ആയിട്ടുള്ള ഡസ്കിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ആണ് ലേസർ. കുറച്ച് സ്കിന്നിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ലൈറ്റർ സ്കിൻ ടോൺ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ലേസർ ആണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ ടാനോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷനോ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പറയുന്ന എല്ലാ പ്രൊസീജിയേഴ്സും അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും കറക്റ്റ് അളവിലല്ലെങ്കിലും ചെയ്യാൻ അറിയില്ലെങ്കിലും ഒക്കെ അതിന് റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാക്കുക. അതായത് സ്കിന്ന് ഡാമേജ് ചെയ്യുന്ന രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാവുക. ഈവൻ കെമിക്കൽ പീൽ പോലും കറക്റ്റ് സ്ട്രെങ്തിലുള്ള പീൽ അല്ലെങ്കിൽ അത് ചെയ്യുന്ന പ്രൊസീജിയർ കറക്റ്റ് അല്ലെങ്കിൽ സൺ എക്സ്പോഷർ അത് കഴിഞ്ഞിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്കിന്നിന് ഈ പറഞ്ഞ പോലെ ഇഫക്റ്റ് ഉണ്ടാകുന്നതിന് പകരം അതിന് ഡാമേജ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകും. സോ ഇതെല്ലാം എല്ലാ പ്രൊസീജിയറും തന്നെ ഇഫക്റ്റീവ് ആണ്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഡെഫിനറ്റ്ലി ചോദിക്കണം, ഞങ്ങളുടെ കാറ്റഗറിയിലുള്ള കൈൻഡ് ഓഫ് ലേസർ ആണോ ചെയ്യുന്നത് എന്നുള്ളത്. അത് ചോദിച്ചിട്ട് തന്നെ ആ പ്രൊസീജിയർ തുടങ്ങണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഫേഷ്യൽ യോഗ. കുറേ പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ യോഗ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സസൈസ് കൊണ്ട് എന്തെങ്കിലും ഫേസിന് ഷേപ്പ് മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത്. ഫേഷ്യൽ യോഗ കൊണ്ടോ ഫേഷ്യൽ എക്സസൈസ് കൊണ്ടോ ഫേസിന് ഷേപ്പ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഫേഷ്യൽ സ്ട്രക്ചറിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്തൊക്കെയാണ് അതിന്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ലിംഫാറ്റിക് ഡ്രെയിനേജ് കുറയ്ക്കാൻ പറ്റും. ഫേസ് ഭയങ്കര പഫി ആയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മൊത്തത്തിൽ ബ്ലഡിന്റെ ഫ്ലോ ഒക്കെ ഒന്ന് കറക്റ്റ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക. പക്ഷെ അതല്ലാതെ കൂടുതൽ മൂവ്മെന്റ്സ് കൊടുക്കുന്നത് വഴി സ്കിന്നിന് കൂടുതൽ റിങ്കിൾസ് വരാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫേഷ്യൽ യോഗ അല്ലെങ്കിൽ ഫേഷ്യൽ മസാജ് എന്ന് പറയുന്ന ഒരു മസ്റ്റ് ഹാവ് ആണ്. അതെല്ലാ ദിവസവും ചെയ്തില്ലെങ്കിൽ ഫേസിന് ഷേപ്പ് കിട്ടില്ല. അത് ചെയ്തത് കൊണ്ട് ഫേസിന്റെ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഫേസിന്റെ സ്ട്രക്ചർ ബോൺ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അതിന്റെ പുറത്ത് നിങ്ങൾ ഈ ഫാറ്റ് ഡെപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഫാറ്റ് ഓവർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഫേസിന്റെ ഷേപ്പിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് അല്ലെങ്കിൽ ആ ഷേപ്പ് മാറണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചേഞ്ച് ആവുക ഫേസിന്റെ ഷേപ്പ് ആയിരിക്കും. ഇനി അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ആന്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ എപ്പോഴും പറയുമല്ലോ. ആന്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനിലും 80% ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം സൺസ്ക്രീൻ ആണ്. 80% ഏജിങ് സംഭവിക്കുന്നതും സൺ ഡാമേജ് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ അവിടെ മസ്റ്റ് ഹാവ് ആണ്. പിന്നെ റെറ്റിനോള് അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൊളാജൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊളാജൻ ക്രീംസ് ടോപ്പിക്കലി എല്ലാ ക്രീംസും ഒന്നും വർക്ക് ആവില്ല. അത് അതിന്റെ മോളിക്കൂൾ ഹൈ ആയതുകൊണ്ടാണ്. മോളിക്കൂൾ ചെറുതായിട്ടുള്ള എന്ന് അവകാശപ്പെടുന്ന 1-2 ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ട്രൈ ചെയ്ത് ഡെഫിനറ്റ്ലി നിങ്ങളോട് പറയുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇതുപോലെ കുറച്ചധികം പ്രൊഡക്ട്സ്, കുറച്ചധികം ഈ പറഞ്ഞ സ്കിൻ കെയർ, ബോഡി കെയർ, മേക്കപ്പ് അങ്ങനെയുള്ള കുറച്ചധികം പ്രൊഡക്ട്സ് ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ അത് വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഞാനൊരു ഹോൾ വീഡിയോ പോലെ ചെയ്യാം. ബിക്കോസ് അതെല്ലാം തന്നെ ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞു തരാം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള സംശയങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ മാക്സിമം അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, ലവ് യു.